الحمد لله الذي يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي. نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له. عباد الله أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الشيطان يعدكم الفقر ويأمركم بالفحشاء والله يعدكم مغفرة منه وفضلا والله واسع عليم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതിന്റെ സൽഫലങ്ങൾ മുഴുവൻ നമ്മുടെ ഇഹപര ജീവിതങ്ങളിൽ നേടിയെടുക്കാനും നമ്മെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ ഉപമങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 2 ഖുതുബകൾ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഖുതുബയിൽ സത്യവിശ്വാസികളുടെയും സത്യനിഷേധികളുടെയും ഉദാഹരണങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിന് നടുവിൽ കപടന്മാർ എങ്ങനെയായിരിക്കുമെന്നും അവരുടെ ഉദാഹരണങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്കെ
വിശുദ്ധ ഖുർആൻ ഉപമകളിലൂടെയും അല്ലാതെയും ഒക്കെ വിശദീകരിച്ചത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ തൽക്കാലം കടന്നു പോകുന്നില്ല. അതേസമയത്ത് പരസ്യം കണ്ട് സ്വർഗമാണെന്ന് കരുതി പരസ്യം തെളിഞ്ഞു വരിക സ്ക്രീനുകളിലല്ല, ബിഗ് സ്ക്രീനുകളിലും അതേപോലെ തന്നെ സ്മോൾ സ്ക്രീനുകളിലുമൊക്കെ പരസ്യങ്ങൾ തെളിഞ്ഞു വരും. പണ്ടൊരാൾ പരസ്യം കണ്ട് സ്വർഗമാണെന്ന് തെറ്റിദ്ധരിച്ച് വാശി പിടിച്ച് കടന്നു ചെന്നത് നരകത്തിലേക്കായി പോയതിനെ കുറിച്ചുള്ള ഒരു കഥ പറയപ്പെടാറുണ്ട്. പലപ്പോഴും സ്വർഗമെന്ന് കരുതുന്നതൊന്നും സ്വർഗമായിരിക്കുകയില്ല, നല്ലതെന്ന് കരുതുന്നതൊന്നും നല്ലതായിക്കൊള്ളണമെന്നില്ല. അത്ര കപടമായിട്ടാണ് മനുഷ്യർ ജീവിക്കുന്ന ലോകവും പലപ്പോഴും ഉണ്ടാവുക. ആ നിലക്ക് നമ്മൾ ജീവിക്കുന്ന ഒരു കാലത്തെ ലോകം എത്രമേൽ കപടമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരികയും അത് ചർച്ചയാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. വളരെ ഔദ്യോഗിക സ്വഭാവത്തിൽ കേരള ഗവൺമെന്റ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തുവാനും അതിന് പരിഹാരം നിർദ്ദേശിക്കുവാനും 1 കോടിയോളം രൂപ ചെലവഴിച്ച് നിയമിച്ച ഒരു കമ്മീഷൻ 5 വർഷങ്ങൾക്ക് മുമ്പ് സമർപ്പിച്ച പഠന റിപ്പോർട്ട് വലിയ സമ്മർദ്ദങ്ങളെയും നമ്മുടെ ഭരണാധികാരികൾ അടക്കം കാണിച്ചിട്ടുള്ള മഹാകാപട്യത്തെയും മറികടന്ന് വെളിച്ചം കണ്ടപ്പോൾ ആ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നതും നമ്മെ ഉപദേശിക്കുന്നതുമായ കാര്യം ഈ ലോകം കപടമാണെന്നും ഈ കാലത്ത് ഈ ലോകത്ത് കാണുന്നതൊക്കെയും കണ്ണഞ്ചിപ്പിക്കുന്നതൊക്കെയും വിശ്വസിച്ചു പോകരുത് എന്നുമുള്ള യാഥാർത്ഥ്യമാണ്. ആ റിപ്പോർട്ടിന്റെ ആമുഖത്തിലും കൺക്ലൂഷനിലും പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ കാലത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഉത്ബോധനങ്ങളും സന്ദേശങ്ങളുമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. റിപ്പോർട്ടിന്റെ ആമുഖം പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: മിന്നിത്തിളങ്ങുന്ന താരകങ്ങളും അതിമനോഹരമായ ചന്ദ്രനുമുള്ള ആകാശം പക്ഷേ വളരെ നിഗൂഢമാണ്. ശാസ്ത്രീയമായ പഠനങ്ങൾ വഴി നമ്മൾ മിന്നിത്തിളങ്ങുന്നതെന്ന് കരുതിയ താരകങ്ങളൊന്നും യഥാർത്ഥത്തിൽ തിളങ്ങുന്നില്ല എന്നും നമ്മൾ അതിമനോഹരമെന്ന് കരുതിയ ചന്ദ്രൻ അതൊട്ടുമേ മനോഹരമല്ല എന്നുമാണ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഡു നോട്ട് ട്രസ്റ്റ് വാട്ട് യു സീ. അതുകൊണ്ട് നിങ്ങൾ കാണുന്നതൊക്കെയും വിശ്വസിക്കരുത്. ഈവൻ സാൾട്ട് ലുക്സ് ലൈക്ക് ഷുഗർ. ഉപ്പ് പോലും പഞ്ചസാര പോലെ കാണപ്പെട്ടേക്കാം എന്ന ആമുഖത്തോടുകൂടിയാണ് നമ്മെ ഏറ്റവും സ്വാധീനിക്കുന്ന മാധ്യമമെന്ന് നമ്മൾ അനുകൂലമായും പ്രതികൂലവുമായ ചർച്ചകളിൽ നിരന്തരം ന്യായമായി അവതരിപ്പിക്കുന്ന സിനിമാ മേഖല
അതിന്റെ ഉള്ളറകളിൽ എന്ത് നടക്കുന്നു എന്നതിനെ കുറിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം വളരെ ഉത്തരവാദപ്പെട്ട ആളുകൾ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതിന്റെ ബാക്കിയായി പിന്നീട് വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യം, സിനിമാ ലോകത്തിന് നമ്മൾ കാണുന്ന ഗ്ലാമർ യഥാർത്ഥത്തിൽ അത് വ്യാജമാണ് എന്നും അത് പുറമേക്ക് മാത്രമുള്ള ചില വെളിച്ചം വിതറലുകളാണെന്നും അകമേ അത് പുറം ലോകം കാണാതെ മറച്ചു പിടിച്ചിരിക്കുന്നത് വലിയ ചൂഷണങ്ങളുടെയും അനീതിയുടെയും സ്ത്രീ വിവേചനത്തിന്റേതുമായ കറുത്തിരുണ്ട മേഘങ്ങളാണ് എന്നും അത് വെളിപ്പെടുത്തുന്നു. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ അന്വേഷിക്കാനാണ് കമ്മീഷൻ ചുമതലപ്പെടുത്തപ്പെട്ടത്. പക്ഷേ സ്ത്രീകളുടെ ദൈന്യകഥകൾ മാത്രമല്ല ഈ മേഖലയിൽ പുരുഷന്മാർ പോലും നാവടക്കപ്പെട്ട് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊടിയ ചൂഷണങ്ങളുടെ കഥകൾ ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നു എന്ന് ആമുഖത്തിൽ കമ്മീഷൻ അംഗങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒരു സിനിമാ മേഖലയിൽ നടന്ന കാര്യം. അതെന്തിനാണ് നമ്മളെ ഇങ്ങനെ കൺസേൺ ചെയ്യുന്നത് എന്ന സംശയം ഒരുപക്ഷെ അപൂർവം ചിലർക്കുണ്ടാകാം. പക്ഷെ അതിന്റെ മറുപടി നമുക്ക് വളരെ കൃത്യതയുള്ളതാണ്. സിനിമ ഏതളവിൽ നമ്മളെ സ്വാധീനിക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് സംശയങ്ങളില്ല. നമ്മൾ പോലും സ്റ്റാർഡത്തിന്റെയും താരമൂല്യത്തിന്റെയും ക്യാമറകളുടെയും വീഡിയോ പകർത്തലുകളുടെയും റീലുകളുടെയും ഒരു മായാലോകത്താണ് നമ്മളിൽ ഓരോരുത്തരും ജീവിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ടാവുകയില്ല. യാഥാർത്ഥ്യങ്ങളെ അടക്കിപ്പിടിച്ച് ഒരു നോർമൽ ലൈഫ് ജീവിക്കാൻ സാധ്യമാകാത്ത വിധം ജീവിതത്തിലുടനീളം കപടമായി അഭിനയിച്ച് ജീവിക്കേണ്ടി വരുന്ന, അകമേ നമ്മുടെ ദുഷ്ടതകളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പുറമേക്ക് വ്യാജമായതിനെ പ്രദർശിപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ടെൻഡൻസി മനുഷ്യനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് സിനിമയും സമാനമായ മാധ്യമങ്ങളിലും നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. വലിയ അളവിൽ മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിഭാഗം വരുന്ന മതത്തിന് വില കൽപ്പിക്കാത്തവരല്ല, മതത്തെ മുഖവിലക്കെടുക്കാത്തവരല്ല, മതമനുഷ്ഠിക്കുന്ന മുസ്ലിങ്ങളിൽ പോലും മഹാഭൂരിഭാഗവും ഇപ്പറയുന്ന താരമൂല്യത്തിന്റെയും ഇപ്പറയുന്ന മീഡിയകൾ നേടിത്തരുന്ന വ്യാജമായ ഒരു ഫെയിമിന്റെയും ഒക്കെ ആകർഷണീയതയിൽ വളരെ കപടമായും വ്യാജമായുമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചുകൂടാ. ഏതളവിലാണ് ഇതൊക്കെയും നമ്മെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് നോക്കുവാൻ നമ്മൾ നമുക്ക് തന്നെ പരിചയമുള്ള നല്ല മുസ്ലിങ്ങൾ എന്ന് നമുക്ക് തന്നെ പറയേണ്ടി വരുന്ന ആളുകളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളും റീലുകളും കണ്ടാൽ മതി. അതിലെ സംസാരങ്ങൾ, അതിലെ കോപ്രായങ്ങൾ, അതിലെ അശ്ലീല ചുവയുള്ള ചുവടുകൾ, അശ്ലീല ചുവയുള്ള വർത്തമാനങ്ങൾ, ഇതൊക്കെ എത്ര അളവിലാണ് മുസ്ലിം പുരുഷന്മാരായാലും മക്കനയിട്ട പെൺകുട്ടികളായാലും ഈ റീലുകൾ നേടിത്തരുന്ന വ്യാജമായ ഫെയിമിന്റെ, വ്യാജമായ പ്രശസ്തിയുടെ മായാവലയത്തിലാണുള്ളത് എന്നതാണ്. എവിടെ നിന്നാണ് ഇങ്ങനെ നമ്മൾ സ്വാധീനിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അത് സിനിമാ ലോകത്തു നിന്നാണ്. ആ സിനിമാ ലോകത്തിന്റെ ഉള്ളറകളാണ് ഇപ്പോൾ അതിന്റെ പുറംതോട് പൊട്ടിച്ച് പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഒരു വൃത്തത്തിൽ പൊതുജനങ്ങൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്ന കാര്യം
സിനിമ കാണുന്നതിന്റെ വിധി എന്താണ് എന്നതിനെ കുറിച്ചാണ്. കുറച്ചെങ്കിലും പുരോഗമനപരമാകണമല്ലോ എന്ന് കരുതി നമ്മളൊക്കെയും സിനിമ സ്വയമേവ ഹറാമാക്കാതിരിക്കാനും ഏതെങ്കിലും ഒരളവിലെങ്കിലും അത് ഹലാലായി കിട്ടാനുള്ള ന്യായങ്ങൾ കണ്ടെത്താനുമാണ് നമ്മൾ ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് സിനിമയെ ഒരു മീഡിയ എന്നുള്ള നിലക്ക്, ഒരു മാധ്യമം എന്നുള്ള നിലക്ക് കുറ്റം പറഞ്ഞുകൂടാ, അത് ഉപയോഗിക്കുന്നതിലാണ് പ്രശ്നം എന്നൊക്കെയാണ് നമ്മൾ പറയാറുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ മുൻപിലുള്ള ഒരു സിനിമ യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തിൽ നമുക്ക് കാണാൻ അനുവാദമുള്ളത് എന്ന് പറഞ്ഞാൽ പോലും ആ അനുവാദമുള്ളത് പോലും എങ്ങനെയാണ് പടച്ചുണ്ടാക്കപ്പെടുന്നത്, ആ പടച്ചുണ്ടാക്കപ്പെടുന്നതിന്റെ പിന്നിൽ നടക്കുന്ന അധമമായ കേളികൾ എന്തൊക്കെയാണ് എന്ന കാര്യമാണ് കമ്മീഷൻ റിപ്പോർട്ട് വഴി ഇപ്പോൾ കേരളീയ സമൂഹത്തിന്റെ മുമ്പിലേക്ക് മാത്രമല്ല, ഒരു വേള ഇന്ത്യയുടെ മുമ്പിലേക്കും ലോകത്തിന്റെ തന്നെ മുമ്പിലേക്കും വരികയും ഒരു സമൂഹം ഒന്നാകെ അപഹസിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾ സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നുള്ള നിലക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് കമ്മീഷൻ റിപ്പോർട്ടിൽ. 17 കാര്യങ്ങൾ, 17 പ്രശ്നങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് അക്കമിട്ട് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 4 പ്രശ്നങ്ങൾ: ഒന്ന്, സിനിമയിലേക്ക് ഒരു എൻട്രി കിട്ടുന്നതിന് വേണ്ടി, ആദ്യത്തെ ഒരു ചാൻസിന് വേണ്ടി ലൈംഗികമായി വഴങ്ങിക്കൊടുക്കാനുള്ള വളരെ പരസ്യമായ എന്ന് പറഞ്ഞാൽ സ്പഷ്ടമായ സ്വഭാവത്തിലുള്ള ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കപ്പെടുന്നു. അങ്ങനെ ചാൻസ് ആവശ്യമുള്ളവർക്ക്, ആദ്യത്തെ ഒരവസരം കിട്ടേണ്ടവർക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ചാൻസ് ഇല്ല എന്ന അവസ്ഥയാണുള്ളത് എന്നത് ധാരാളം അനുഭവം സാക്ഷ്യങ്ങളിലൂടെ ഉള്ള ഒരു പ്രധാന പ്രശ്നമായി അവതരിപ്പിക്കപ്പെടുന്നു. ഇനി അത് കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ ലൈംഗികമായ ആക്ഷേപങ്ങൾ, ലൈംഗികമായ അതിക്രമങ്ങൾ, ബലാത്സംഗമടക്കമുള്ള കാര്യങ്ങൾ ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് ഈ മേഖലയിൽ അനുഭവിക്കേണ്ടി വരുന്നു. മൂന്നാമത്, ഇനി അതിനൊന്നും വഴങ്ങാതെ അതിനോട് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറ്റ് പല രീതിയിലുമുള്ള വയലൻസുകളും അവർക്കെതിരെ പ്രയോഗിക്കപ്പെടുന്നു എന്ന പ്രശ്നം മൂന്നാമത്തെ പ്രശ്നമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ആവശ്യമായ എന്ന് പറഞ്ഞാൽ മിനിമം ലെവലിൽ ഉള്ള മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട് സ്ത്രീകളായ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ടോയ്ലറ്റ് സംവിധാനം, ഡ്രസ് ചേഞ്ചിങ്ങിനുള്ള സംവിധാനം അടക്കമുള്ള വളരെ ബേസിക്കായ ഫെസിലിറ്റീസ് പോലും നൽകാതെ അവർ മനുഷ്യാവകാശ നിഷേധത്തിന് ഇരയാകുന്നു. ഇതൊക്കെ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഷയാണ്. വേറെ തരത്തിൽ അതിലേക്ക് സൂക്ഷ്മമായ വിശകലനം നടത്തേണ്ടതാണ്. ഏത് മാപിൽ വെച്ചാണ് ഇവർ മനുഷ്യാവകാശങ്ങളെ അളക്കുന്നത് എന്നും എന്തുകൊണ്ടാണ് ഇതൊക്കെ മനുഷ്യാവകാശ ലംഘനം പ്രശ്നമായി വരുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താണ് എന്നതൊക്കെ വേറെ വിലയിരുത്തേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞതടക്കമുള്ള 17ഓളം പ്രശ്നങ്ങൾ ഈ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു കമ്മീഷൻ റിപ്പോർട്ട്. കമ്മീഷൻ റിപ്പോർട്ട് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ അവരുടെ മുൻപിലുള്ള വലിയ ഒരു പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൽ ആധിപത്യമുള്ള മേൽക്കോയ്മയുള്ള ആശയം ഏതാണ് എന്നതിന്റെ പരിമിതിയാണ്. ആധിപത്യവും മേൽക്കോയ്മയുമുള്ള ഒരു ആശയത്തിന്റെ പരിസരത്തും അതിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുമല്ലാതെ
പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ കമ്മീഷന് സാധ്യമായിട്ടില്ല എന്ന പരിമിതി ഒരു വലിയ വെല്ലുവിളിയായി അവിടെ നിൽക്കുകയാണ്. അതിപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരമായി കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത് നിയമനിർമ്മാണം ഉണ്ടാകണം എന്നാണ്. പ്രത്യേകമായ ട്രിബ്യൂണലുകൾ ഇതിനുവേണ്ടി ഈ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഉണ്ടാകണമെന്നാണ്. അതിന്റെ വിശദാംശത്തിൽ പക്ഷേ കമ്മീഷൻ തന്നെ ആശങ്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ ജോലി സ്ഥലത്ത് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് ഇവിടെ നിലവിൽ തന്നെ നിയമമുണ്ട്. പക്ഷേ ആ നിയമങ്ങൾ കൊണ്ട് ഇവിടെ സ്ത്രീകൾ സുരക്ഷിതരാകുന്നില്ല, അവരുടെ ജോലിയിടങ്ങളിൽ സുരക്ഷിതരായി തീരുന്നില്ല. അതുകൊണ്ട് കൂടുതൽ കടുത്ത നിയമങ്ങൾ വേണമെന്നാണ്. എത്ര കടുത്ത നിയമങ്ങൾ ഉണ്ടാക്കാൻ ഈ ഭരണ സംവിധാനത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ഭരണകർത്താക്കൾ ശ്രമിച്ചാലും അവർക്ക് മുമ്പിൽ വലിയ ഒരു പരിമിതിയായി, വലിയ ഒരു വാളായി വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ഒരതിരും വരമ്പമില്ലാത്ത സങ്കല്പത്തെ കുറിച്ചുള്ള ആശയങ്ങൾ കടന്നുവരും എന്നതൊരു വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഇതിനൊന്നും പരിഹാരമുണ്ടാകാൻ പോകുന്നില്ല. നിലവിലുള്ള ഈ നാടിന്റെ ധാർമ്മിക സദാചാര സങ്കല്പങ്ങളും മൂല്യസങ്കല്പങ്ങളും വെച്ച് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ലൈംഗികമായി ഒരു സമൂഹത്തിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നതിന്റെ അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് ഈ രാജ്യത്ത് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഇവിടെയുള്ളത് മഹാഭൂരിഭാഗവും മതസമൂഹങ്ങളാണ്. ആ മതസമൂഹങ്ങൾ കൊണ്ടു നടന്നിരുന്ന സദാചാര ബോധങ്ങളെയും ധാർമ്മിക വിചാരങ്ങളെയും മൂല്യസങ്കല്പങ്ങളെയും ഒക്കെ തൂത്തെറിഞ്ഞ് ലിബറലിസത്തിന്റെ, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ആശയങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണസങ്കല്പങ്ങളുടെയും ഭരണനടത്തിന്റെയും അടിസ്ഥാന ആധാരങ്ങളായി കടന്നു വന്നിടത്താണ് പ്രശ്നത്തിന്റെ മർമ്മമുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഭരണകൂടത്തിന്റെ ഒരു ഘടനയിൽ നിന്നുകൊണ്ട് സാധ്യമാവുകയില്ല എന്നതാണ്. അതുകൊണ്ട് യഥാർത്ഥ പരിഹാരം വളരെ അകലെയാണ് എന്നുള്ള കാര്യം സത്യമാണ്. അതേസമയത്ത് കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ എന്തുകൊണ്ട് കമ്മീഷൻ അംഗങ്ങളിൽ ഒരാൾ തന്റെ കൺക്ലൂഷനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ തുറപ്പിക്കേണ്ടതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞിട്ടുള്ളത് കമ്മീഷൻ അംഗങ്ങളിൽ മൂന്നാമത്തെയാൾ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ലോകത്തുള്ള എല്ലാ സമൂഹങ്ങളെയും പോലെ ഇന്ത്യൻ സമൂഹവും ഒരു പുരുഷ മേധാവിത്വ പുരുഷ മേൽക്കോയ്മ സമൂഹമാണ്. അതുകൊണ്ട് ഇവിടെ സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ സർവ്വസാധാരണമാണ്. പക്ഷേ സിനിമാ ലോകത്ത് നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ കൂടുതൽ അപകടകരമാണ്, കൂടുതൽ ഗൗരവതരമായതാണ് എന്നതിന് അവർ ന്യായം പറയുന്നത് മനുഷ്യരുടെ, ഈ നാട്ടിലെ, ഈ സമൂഹത്തിലെ മനുഷ്യരുടെ ജീവിതത്തിൽ സിനിമ ചെലുത്തുന്ന സ്വാധീനം അത്ര വിപുലമാണ് എന്നതാണ്. വൻ നഗരങ്ങൾ മുതൽ രാജ്യത്തിന്റെ കുഗ്രാമങ്ങളിലടക്കം ജീവിക്കുന്ന മനുഷ്യരെ സാമൂഹികമായി, സാംസ്കാരികമായി, സദാചാരപരമായി, അതുപോലെ തന്നെ ധാർമ്മികമായി സിനിമ സ്വാധീനിക്കുന്നു. ആ സിനിമയുടെ സ്വാധീനം കൊണ്ടാണ് അവർ അവരുടെ ജീവിതത്തിൽ നിലപാടുകൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റെന്ത് കാര്യം ജനങ്ങളെ സ്വാധീനിക്കുന്നതിനുമൊക്കെ എത്രയോ മടങ്ങ് സ്ക്രീനുകളിൽ അവരെ ഇക്കിളിപ്പെടുത്തിയും അവരെ പ്രലോഭിപ്പിച്ചും ചിലപ്പോഴൊക്കെ പ്രകോപിപ്പിച്ചും അവർ കണ്ടുകൊണ്ടിരിക്കുന്ന സീനുകളാണ് ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെ പെരുമാറണമെന്ന ഒരു മനുഷ്യന്റെ നിലപാടിനെ രൂപപ്പെടുത്തുന്നത് എന്നവർ പറഞ്ഞിരിക്കുന്നു. ഇത് വളരെ യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. സിനിമയാണ് ഏറ്റവും കൂടുതൽ
സിനിമയ്ക്ക് സമാനമായ മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെയും പെരുമാറ്റത്തെയും രൂപീകരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അങ്ങനെ നമ്മെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മാധ്യമം, ആ മാധ്യമം യഥാർത്ഥത്തിൽ അതിന്റെ ഉള്ളറകളിൽ അത് നമുക്കായി പടച്ചുണ്ടാക്കുന്ന, നമ്മെ സ്വാധീനിക്കാൻ മാത്രം അവർ പടച്ചുണ്ടാക്കുന്ന ഉള്ളടക്കങ്ങൾ, അല്ലെങ്കിൽ അവർ പടച്ചുണ്ടാക്കുന്ന നമുക്ക് കാണാനുള്ള എന്റർടൈൻമെന്റുകൾ യഥാർത്ഥത്തിൽ എന്ത് മെസ്സേജുകളാണ് പ്രസരിപ്പിക്കുക എന്നതിന്റെ കൃത്യമായ ഉദാഹരണങ്ങളാണ് കമ്മീഷൻ റിപ്പോർട്ടിൽ എണ്ണി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു നല്ല ജാഗ്രത, ഒരു നല്ല വീണ്ടുവിചാരം ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ പറയുന്ന അത്ര അളവിലെങ്കിലും പൊതുജനത്തിനുണ്ടാകണം. ഒന്നാമത് അതിനേക്കാൾ ഒന്നുകൂടി അപ്പുറം കടന്ന് നമ്മൾ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് കുറച്ചുകൂടി ആത്മവിചാരണ നടത്തേണ്ട സന്ദർഭമാണിത്. നമ്മൾ ഒരു ജീവിത വ്യവസ്ഥ കൈവശമുള്ള ഒരു സമൂഹമാണ് എന്നത് നമ്മൾ മറന്നുപോയിരിക്കുന്നു. നമുക്ക് അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന ഒരു വിശ്വാസ സംഹിതയുണ്ട്. ആ വിശ്വാസ സംഹിതക്കനുസരിച്ച് നമ്മൾ കർമ്മങ്ങളിൽ ഏത് തരം കർമ്മങ്ങളെയാണ് ചൂസ് ചെയ്യേണ്ടത്, തെരഞ്ഞെടുക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു നിയമവ്യവസ്ഥ നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിയമവ്യവസ്ഥയെ നമ്മുടെ ജീവിതത്തെ മുച്ചൂടും സ്വാധീനിക്കുന്ന ഒരു ധാർമ്മിക സദാചാര സംഹിതയും ഉള്ള ഒരു ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നമ്മെ സ്വാധീനിക്കുന്ന ധാർമ്മിക സംഹിതയായി ഇസ്ലാമിനെ പരിഗണിക്കാതെ പോയിരിക്കുന്നു. നമ്മുടെ പൊതുനിരന്തരങ്ങളിലുള്ള പെരുമാറ്റങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീ പുരുഷ ഇടകലകൾ സംഭവിക്കുന്നിടങ്ങളിൽ ഉള്ള നമ്മുടെ പെരുമാറ്റങ്ങളുടെ അടിസ്ഥാനങ്ങൾ ഇസ്ലാമികമായി എന്തായിരിക്കണം എന്നതിന്റെ മർമ്മം നമ്മൾ മറന്നിരിക്കുന്നു. അത് പരസ്പരം ഡിഗ്നിറ്റിയെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പെരുമാറ്റമാണ് പൊതുസമൂഹത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഇടപഴകേണ്ടി വരുന്ന, ഒന്നിച്ച് ഇടപെടേണ്ടി വരുന്ന മേഖലകളിൽ ഉണ്ടാകേണ്ടത് എന്ന അടിസ്ഥാന പാഠം നമ്മൾ അകപ്പെട്ടിട്ടുള്ള വളരെ സങ്കടകരമായ, വളരെ ജീർണമായ ഒരു സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ്. ഡിഗ്നിറ്റിയാണ് പ്രധാനം. അതുകൊണ്ട് ഓരോ വ്യക്തിയും തന്റെ ഡിഗ്നിറ്റിയെ ഉയർത്തിപ്പിടിക്കാനുള്ള പെരുമാറ്റമാണ് നടത്തേണ്ടത്. ആണായാലും പെണ്ണായാലും ഓരോരുത്തരുടെയും കൺസേൺ ആകേണ്ടുന്ന കാര്യം തനിക്ക് ഡിഗ്നിറ്റി വകവെച്ച് കിട്ടുന്നുണ്ടോ, തനിക്ക് റെസ്പെക്ട് കിട്ടുന്നുണ്ടോ ഒരു സമൂഹത്തിൽ, താൻ ജീവിക്കുന്ന സമൂഹത്തിൽ എന്നതാണ് ആണായാലും പെണ്ണായാലും ഒരാളെ സംബന്ധിച്ചിടത്തോളം കൺസേൺ ആകേണ്ടുന്നത്. അതിനപ്പുറത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എതിർ ജെൻഡറിനെ, എതിർ ലിംഗത്തിലുള്ള മനുഷ്യനെ ആകർഷിക്കുക എന്നതും തന്റെ ബ്യൂട്ടി അംഗീകരിച്ചു കിട്ടുക, തന്റെ സൗന്ദര്യം അംഗീകരിച്ചു കിട്ടുക എന്നത് നമ്മുടെ മെയിൻ കൺസേൺ ആകുന്ന കാലത്ത് നമുക്ക് പല ചൂഷണങ്ങൾക്കും വിധേയമായി കൊടുക്കേണ്ടി വരും. നമ്മുടെ ഡിഗ്നിറ്റിയെ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് സമൂഹത്തിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് കിട്ടേണ്ടുന്ന ആദരവിനെയും ബഹുമാനത്തെയും നമുക്ക് ബലി കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ മുഖ്യ പരിഗണനകൾ പണമാകുമ്പോൾ, ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭയമാകുമ്പോൾ നമുക്ക് പല മ്ലേച്ഛതകൾക്കും വഴങ്ങിക്കൊടുക്കേണ്ടി വരും. അങ്ങനെ മ്ലേച്ഛതകൾക്ക്, അശ്ലീലതകൾക്ക്, സദാചാര വിരുദ്ധതകൾക്ക്, മുൻകറാത്തുകൾക്ക് നമ്മെ അടിപ്പെടുത്താനുള്ള പണി പിശാചിനുണ്ട്. അള്ളാഹു നിരന്തരമായി നിങ്ങളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിലും ഇഹ്സാനും ബന്ധുക്കളെ ചേർത്ത് പിടിക്കാനുള്ള ആഹ്വാനവും മാത്രമാണ് എന്നും, അള്ളാഹു ഒരിക്കലും നിങ്ങളോട് തെറ്റും അശ്ലീലതയും അനീതിയും ചൂഷണവും കൽപ്പിക്കുകയില്ല എന്നും വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അതേ സമയത്ത് പിശാച് നിങ്ങളെ ദാരിദ്ര്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കും.
ദാരിദ്ര്യത്തിൽ അകപ്പെട്ടു പോകും. അതുകൊണ്ട് ഏത് വിധേനയും സമ്പാദിക്കാനുള്ള മാർഗം സ്വീകരിക്കണം എന്ന ഭയപ്പാട് പിശാച് നിങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി അതിനുവേണ്ടി അവൻ നിങ്ങളെ മ്ലേച്ഛതകൾ കൽപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. മ്ലേച്ഛതകൾക്ക് വഴങ്ങാനുള്ള പ്രലോഭനങ്ങൾ അവൻ സൃഷ്ടിക്കുകയും ചെയ്യും. ഇത് വിശുദ്ധ ഖുർആനിന്റെ വളരെ കൃത്യതയുള്ള മുന്നറിയിപ്പാണ്. ഇവയെ മുഖവിലക്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സിനിമാ ലോകത്ത് നിന്ന് നമ്മൾ അതിവിദൂരമാണ് എന്ന് ആശ്വസിക്കുമ്പോഴും സിനിമയ്ക്ക് സമാനമായ സ്വഭാവത്തിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന പല മീഡിയകളിലൂടെയും സോഷ്യൽ മീഡിയ അടക്കമുള്ളതിലൂടെ ഇത്തരം കണികളിലേക്ക് നമ്മൾ വലിച്ചിഴക്കപ്പെടും. അന്വേഷണങ്ങൾ ഈ സ്വഭാവത്തിൽ ഔദ്യോഗിക സ്വഭാവത്തിൽ നടക്കാത്തത് കൊണ്ട് മാത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ സമാനമായ ചൂഷണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കഥകൾ ഈ സിനിമാ ലോകത്തു നിന്ന് ഇപ്പോൾ പുറത്തു വന്നതിനേക്കാൾ വളരെ ഭീകരമായ അളവിലുണ്ട് എന്നത് വാർത്താ മാധ്യമങ്ങൾ മാത്രം സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് റീലുകൾ വെച്ചും ഇൻസ്റ്റഗ്രാം വെച്ചും കേവലം ലൈക്കും ഷെയറും റേറ്റിംഗും കിട്ടാൻ വേണ്ടിയുള്ള വീഡിയോകൾ വെച്ചുമുള്ള കളികൾ ചില്ലറ കളിയല്ല. അതിലൂടെ എന്താണ് നമുക്ക് മുമ്പിൽ പ്രസരിപ്പിക്കപ്പെടുന്നത്, നമ്മൾ അതുവഴി എന്താണ് പ്രസരിപ്പിക്കുന്നത് എന്നത് വളരെ അടിസ്ഥാനപരമായി ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. വളരെ വൈരുദ്ധ്യം തോന്നുന്ന കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. സിനിമാ ലോകത്തെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് സിനിമ നിർമ്മിക്കുന്ന ഇടങ്ങളിൽ വസ്ത്രം മാറാൻ എന്ന് പറഞ്ഞാൽ വസ്ത്രം മാറാൻ ഒരു മറ പോലും സ്ത്രീകൾക്ക് ഇല്ല എന്ന കാര്യമാണ്. എവിടെയാണ് നിങ്ങൾ ഈ പരാതി ഉന്നയിക്കുന്നത്? സ്ത്രീകൾക്ക് വസ്ത്രത്തിന്റെ മറ ആവശ്യമില്ല എന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചതാരാണ്? ആ മെസ്സേജ് നിരന്തരമായി ഇപ്പോഴും സിനിമകളിലൂടെ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാരാണ്? അങ്ങനെ വല്ല മൂല്യസങ്കല്പവും വല്ല ധാർമ്മിക സദാചാര ബോധവും സിനിമയെ നയിക്കുന്ന മുഖ്യധാര ആശയക്കാർക്ക് ആശയങ്ങൾക്കുണ്ടോ? അവിടെ എന്നതിന് ഒരു സ്ത്രീക്ക് വസ്ത്രം മാറാൻ മറ ആവശ്യപ്പെടാൻ കഴിയുന്നു എന്നിടത്ത് തന്നെ വൈരുദ്ധ്യമുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ ഇത് ആ യാഥാസ്ഥിതികമായ ആ പിന്തിരിപ്പൻ മേഖലയല്ല എന്ന മറുപടി കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ് യഥാർത്ഥത്തിൽ അത്. അങ്ങനെ മറഞ്ഞിരുന്നൊന്നും സ്ത്രീകൾക്ക് വസ്ത്രം മാറേണ്ടെന്ന ഗതികേടുള്ള അപരിഷ്കൃതമായ ഒരിടമല്ല ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു തീർക്കാവുന്ന കേസാണ്. ഇത് വളരെ പരിഷ്കൃതമായ സ്ത്രീകൾക്ക് വസ്ത്രമുരിയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടാപാടുപെട്ട ഒരു മേഖലയുടെയും ഒരു ഇൻഡസ്ട്രിയുടെയും ഇടമാണ് എന്ന് പറഞ്ഞു തീർക്കാവുന്ന കേസാണ്. പക്ഷേ അടിസ്ഥാനപരമായി മനുഷ്യനിൽ ദൈവം തമ്പുരാൻ നിശ്ചയിച്ചിട്ടുള്ള നഗ്നതാബോധവും നാണവും മാനവും ഒക്കെ പരിധികൾ വല്ലാതെ വിടുമ്പോ അത് പുറത്തേക്ക് പൊട്ടിയൊലിക്കും. ആ ബോധം പുറത്തു വരും. അത് ഇത് മുഴുവൻ നശിച്ചു പോകാതിരിക്കാനുള്ള ഒരു ന്യായം എന്നുള്ള നിലക്കായിരിക്കും ഒരു പക്ഷെ. അപ്പൊ വളരെ രസകരമാണ് ഇങ്ങനെ ഓരോന്നും പരിശോധിച്ചാൽ, പരാതികൾ ഓരോന്നും പരിശോധിച്ചാൽ എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ യഥാർത്ഥത്തിൽ ആ മേഖല മുഴുവൻ സമൂഹത്തിന് കൈമാറിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളെ മുഖവിലക്കെടുത്താൽ പരിഗണിച്ചാൽ പ്രശ്നമേ അല്ല, പരാതികൾ ആവാനേ പാടില്ല എന്ന് പറയേണ്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പരാതികളായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. സ്ത്രീകളോട് അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിൽ അശ്ലീലതകൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കടന്നു വരാൻ മാത്രം നമ്മെ സ്വാധീനിച്ചത് യഥാർത്ഥത്തിൽ എന്താണ്? ഇപ്പൊ നടികൾക്കെതിരെ ലൈംഗികമായ ആക്ഷേപങ്ങൾ, ലൈംഗികമായ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നു എന്നാണ് ഒരു പരാതികളിൽ പ്രധാനപ്പെട്ട ഒരു പരാതി. പക്ഷെ ഈ സമൂഹത്തെ മൊത്തം ഒരു നാണവും മാനവും ഇല്ലാതെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്താനും അശ്ലീലമായ വാക്കുകൾ ആദ്യം വിസിലിംഗിലൂടെയും പിന്നെ വളരെ പരസ്യമായും പറയാൻ പഠിപ്പിച്ചത് ആരാ? അത് സിനിമയാണ്. എന്നിട്ട് ഇപ്പോൾ എന്തുകൊണ്ടത് പ്രശ്നമാകുന്നു?
അതുകൊണ്ട് ഒരല്പമെങ്കിലും കോമൺ സെൻസ് ഉള്ള സകലരും നല്ല വീണ്ടു വിചാരം നടത്തേണ്ടുന്ന ഒരു സന്ദർഭമാണിത് എന്ന പ്രധാനപ്പെട്ട മെസ്സേജാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അതല്ലാതെ നിലവിലുള്ള ധാരണകളുടെയും നിലനിലുള്ള ആശയങ്ങളുടെ മേൽക്കോയ്മയുടെയും ഒരു തണലിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകാൻ പോകുന്നില്ല. ഒരു മുസ്ലിം സമൂഹം എന്നുള്ള നിലക്ക് നമുക്ക് നമ്മെങ്കിലും കൈവിട്ടു പോകാതിരിക്കാനുള്ള നല്ല ജാഗ്രതയെക്കുറിച്ചുള്ള ആലോചനകൾ ഈ പശ്ചാത്തലത്തിൽ ഉണ്ടാകണം. അള്ളാഹു ഒരിക്കലും നമ്മെ ദാരിദ്ര്യം പറഞ്ഞ് ഭയപ്പെടുത്തുന്നില്ല. അള്ളാഹു ഒരിക്കലും അശ്ലീലതയിലേക്ക് നമ്മെ വഴി നടത്തുകയില്ല. അശ്ലീലതയിലേക്ക് വഴി നടത്തുന്നവൻ, അതിലേക്ക് ദുർബോധനം നടത്തുന്നവൻ, അതിനുവേണ്ടി ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭയം സൃഷ്ടിക്കുന്നവൻ, അത് പിശാചാണ് എന്ന ഖുർആനിന്റെ പാഠം വളരെ അടിസ്ഥാനപരമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആണായാലും പെണ്ണായാലും സൗന്ദര്യമല്ല പ്രധാനം, സൗന്ദര്യ പ്രദർശനമല്ല പ്രധാനം, നഗ്നതാ പ്രദർശനം ഒട്ടുമേ പ്രധാനമല്ല. മനുഷ്യനെ അവന്റെ വ്യക്തിത്വവും അവന്റെ ഡിഗ്നിറ്റിയും അവന് മറ്റുള്ളവർക്ക് മുമ്പിൽ ലഭിക്കേണ്ടുന്ന മാന്യതയും ആദരവുമാണ് പ്രധാനം എന്ന യഥാർത്ഥ മാനവിക ബോധത്തിലേക്ക്, മനുഷ്യത്വ ബോധത്തിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. അള്ളാഹു ഈ കെട്ടകാലത്തെ, ഈ ജീർണമായ കാലത്തെ എല്ലാ ശർറുകളിൽ നിന്നും നമ്മെ കാത്തിരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصر إخواننا في غزة. اللهم انصر إخواننا في فلسطين. اللهم انصرهم نصرا عزيزا وافتح لهم فتحا مبينا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح. قد قامت الصلاة.